അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം സൂറത്തുൽ മുർസലാത്ത് ആറാമത്തെ സൂക്തം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഉദ്റൻ ഔ നുദ്റ. ഉദ്റൻ ഒഴികഴിവായോ ഔ അല്ലെങ്കിൽ നുദ്റ താക്കീതായോ. ഫൽ ഫാരിഖാത്തി ഫർഖ ഫൽ മുൽഖിയാത്തി ദിക്ര. സത്യത്തെയും അസത്യത്തെയും വേർതിരിച്ച് അറിയിച്ചു കൊടുക്കാൻ അള്ളാഹു മലക്കുകളിലൂടെ സംവിധാനം കണ്ടത്, അതുപോലെ ദിവ്യ സന്ദേശം നൽകിയത്, ഇതെല്ലാം തന്നെ ഉദ്റൻ ഒഴികഴിവായാണ്, ഔ അല്ലെങ്കിൽ നുദ്റ താക്കീതായാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾക്ക് ഒരു സന്ദേശവും നൽകിയില്ല, അതുകൊണ്ടാണ് ഞങ്ങൾ പിഴച്ച മാർഗത്തിലൂടെ ചലിച്ചതുമെന്ന് സത്യനിഷേധികൾ ഒരിക്കലും പറയാൻ ഇടവരരുത്. അത്തരം ഒന്നും അവർക്ക് പറയാനുള്ള അവസരം സൃഷ്ടിക്കാതിരിക്കുക എന്നത് സന്ദേശം നൽകുന്നതിൻ്റെ അതിപ്രധാനമായ ഉദ്ദേശമാണ്. ഇങ്ങനൊരു സന്ദേശം നൽകിയില്ലെങ്കിൽ അവർക്ക് പറയാമല്ലോ, ഞങ്ങൾ എങ്ങനെ അറിയും, ഞങ്ങൾ എങ്ങനെ മനസ്സിലാക്കും, ആരും ഞങ്ങളിൽ വന്നില്ലല്ലോ. മാ ജാഅന ബഷീറും വലാ നദീർ. ഞങ്ങൾക്ക് സന്തോഷവാർത്ത അറിയിക്കുകയോ മുന്നറിയിപ്പ് നൽകുകയോ ചെയ്യുന്ന ആരും വന്നില്ലല്ലോ എന്നവർക്ക് പറയാം. വിശുദ്ധ ഖുർആൻ 4-ാം അധ്യായം സൂറത്തു നിസായിലെ 165-ാമത്തെ സൂക്തത്തിൽ പറയുന്നുണ്ട്, റുസുലൻ മുബശ്ശിരീന വ മുൻദിരീന. പ്രവാചകന്മാരെ അവൻ അയച്ചു, സന്തോഷവാർത്ത അറിയിക്കുന്നവരും മുന്നറിയിപ്പുകാരുമായി. ലി അല്ലാ യകൂന ലിന്നാസി അലല്ലാഹി ഹുജ്ജത്തുൻ ബഅദർ റുസുൽ. പ്രവാചകന്മാർ വന്ന ശേഷം ജനങ്ങൾക്ക് പിന്നെ അള്ളാഹുവിനെതിരിൽ ഒരു ന്യായവും പറയാനുള്ള അവസരം ഇല്ലാതിരിക്കാൻ വേണ്ടി പടച്ചവൻ്റെ ദീനിൻ്റെ മാർഗത്തിലേക്ക് മലക്കുകൾക്ക് സന്ദേശം അറിയിച്ച് അവർ പ്രവാചകന്മാർക്ക് നൽകി അത് മനുഷ്യർക്ക് പകർന്നു കൊടുത്തതിൻ്റെ കാരണം, ഇനി ഞങ്ങളൊന്നും കേട്ടില്ല അറിഞ്ഞില്ല, അതിനാൽ ഞങ്ങൾക്ക് സത്യം മനസ്സിലാക്കാത്തതിൻ്റെ ഒരു ഉത്തരവാദിത്വവും ഇല്ല, അത് നൽകേണ്ട ബാധ്യത പടച്ചവനായിരുന്നു എന്ന് പറയാതിരിക്കാനാണ്. ഇത് സൃഷ്ടികൾ പറയാതിരിക്കാൻ സ്രഷ്ടാവ് സംവിധാനമൊരുക്കി. ആ സംവിധാനം സൃഷ്ടികൾക്ക് പകർന്നു കൊടുക്കേണ്ട ബാധ്യത വിശ്വാസികൾക്കുണ്ട്. അങ്ങനെ പകർന്നു കൊടുക്കുന്നത് അവർ നന്നാവാൻ വേണ്ടിയാണ്. ശരിയായ പാതയിലേക്ക് ആളുകൾ വന്നില്ലെങ്കിൽ പോലും അള്ളാഹുവിൻ്റെ കോടതിയിൽ ഞങ്ങൾ ഇങ്ങനെയൊന്നും അറിഞ്ഞില്ല എന്ന് പറയാൻ ഇടവരില്ല. ഇതറിയുന്ന ആളുകൾ ഉണ്ടായിട്ടും ഞങ്ങൾക്ക് പറഞ്ഞു തരാൻ ശ്രമിച്ചില്ല എന്ന് അവർ എതിർന്യായം പറയാനും അതുവഴി വിശ്വാസികൾ പ്രയാസപ്പെടാനും ഇടയാകില്ല. അതിനാൽ സത്യവിശ്വാസികൾ സത്യസന്ദേശം കൈമാറുന്ന വിഷയത്തിൽ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. 7-ാം അധ്യായം സൂറത്തുൽ അഅറാഫിലെ 164-ാമത്തെ ആയത്തിൽ, എന്തിനാണ് നിങ്ങൾ ആളുകളെ ഉപദേശിക്കുന്നത്, എന്താണ് കാര്യം, അള്ളാഹു വരെ നശിപ്പിക്കും അല്ലെങ്കിൽ കഠിനമായ ശിക്ഷയിൽ അകപ്പെടുത്തും എന്ന് പറഞ്ഞപ്പോൾ ഉപദേശിച്ചിരുന്ന ആളുകൾ പറഞ്ഞത് അള്ളാഹുവിൻ്റെ അടുക്കൽ ഒഴികഴിവ് ലഭിക്കാനാണ്. അവർ ഭക്തരായി മാറിയെങ്കിലോ, ഭക്തരായി മാറുക എന്നൊരു സാധ്യത ഒരു വശത്ത്, അഥവാ അങ്ങനെ ഒരു വെളിച്ചം അവർ സ്വീകരിച്ചില്ലെങ്കിൽ ഞങ്ങളിത് പകർന്നു കൊടുത്തില്ല എന്നുള്ള കുറ്റം ഞങ്ങൾക്കുണ്ടാകില്ല. ഉത്തരവാദിത്തം നിർവഹിച്ചു എന്നതിനാൽ ഞങ്ങൾ രക്ഷപ്പെടുമെന്ന് ആ ഉപദേശിച്ച ആളുകൾ മറുപടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒന്നാമത്തേത് ഒഴികഴിവായാണ്, രണ്ടാമത്തേത് നുദ്റൻ താക്കീതായാണ്. ഈ താക്കീത് വിശ്വാസത്തിൻ്റെ വഴിയിൽ വരുന്നവർക്ക് വലിയ അളവിൽ ഉപകാരപ്പെടും. അള്ളാഹുവിൻ്റെ ശിക്ഷയെക്കുറിച്ചുള്ള മുന്നറിയിപ്പ്, അവൻ ഒരുക്കി വെച്ച ഭയാനകമായ നരകം കാത്തിരിക്കുന്നുണ്ട് എന്ന താക്കീത്, അതെല്ലാം ലഭിക്കുമ്പോൾ വിശ്വാസത്തിൻ്റെ വഴിയിൽ വരണമെന്നാഗ്രഹിക്കുന്നവർക്ക് വലിയ അളവിൽ ഉപകാരപ്പെടും. അങ്ങനെ ഒഴികഴിവായും താക്കീതായുമാണ് ഈ ദിക്ർ, ഈ ഉപദേശം, ഈ ദിവ്യ സന്ദേശം മലക്കുകൾ പ്രവാചകന്മാർക്ക് ഇട്ടുകൊടുക്കുന്നത് എന്നാണ് ഈ സൂക്തം പറയുന്നത്. ഈ സൂക്തം പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് 2 അക്ഷരങ്ങൾ ശ്രദ്ധയോടെ ഉച്ചരിക്കണം. ذال 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 عين عين عين. ഉദ്റൻ ഔ. റാഇന് തൻവീൻ വന്നു, ശേഷം ഹംസ് വന്നു. സുക്കൂനുള്ള നൂനിനോ തൻവീനോ ശേഷം ഹംസ് വന്നാൽ ഒട്ടും മണിക്കാതെ വെളിപ്പെടുത്തി ഓതണം. ഇൽഹാർ എന്നാണ് ഈ നിയമത്തിൻ്റെ പേര്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീൻ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചുകൊണ്ട് സന്തോഷത്തോടെ അവനെ കണ്ടുമുട്ടാൻ പറ്റുന്ന വിശ്വാസികളിൽ
നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ.